കൂടുതലായിട്ട് ആളുകൾ ഇവിടെ വരുന്ന സമയമാണ്. ഞങ്ങളൊക്കെ ഈ സമയത്ത് അവിടെ ഇരിക്കുക തൊട്ടരുത്. പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോലെ വണ്ടി വന്ന് ഇടിച്ചാന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഒന്നായിട്ട് ഇടിഞ്ഞു ഇവിടെ ശബ്ദം. അപ്പോൾ എല്ലാ കുറച്ച് ആളുകൾ അങ്ങോട്ട് ഇടിച്ച് ഓടി. ബാക്കിയുള്ള ആളുകൾ 5 ആളുകൾ കൂടി നിലവിലേക്ക് കേട്ടത്. പെട്ടെന്നുള്ള വിളിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടതായിട്ട് കൈ ഇങ്ങനെ പൊസിഷനൊക്കെ ഉണ്ടോ ഓരോരുത്തർ. പക്ഷേ പെട്ടെന്നാണ് സംഭവിച്ചത്. നിങ്ങൾക്കും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സംഭവിക്കാൻ പെട്ടെന്ന് ഒരു ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ട് ഒന്നായിട്ട് പോയിരുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഇടിച്ചു പോയി. വീണ്ടും പിന്നെ ഈ കെട്ടിടം ഒന്നാകെ വീഴുവാണോ എന്ന് പോലും സംശയിച്ചു പോയിരിക്കും. അതെ, അത്ര ആ സന്ദർഭത്തിൽ അത്ര അങ്ങനെ ആയിപ്പോയി. കാരണം ഇതിന് മുകളിൽ തന്നെ കാലക്രമേണ ഈ ചെറിയ ചെറിയ സൺസൈഡ് പൊട്ടിയിട്ടൊക്കെയാണ് ചെറിയ കഷ്ണങ്ങളൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ പോകും. ഞങ്ങളൊക്കെ എന്നിട്ട് അങ്ങോട്ട് പിന്നെ ഒഴിഞ്ഞു മാറലാണ്. ഇപ്പോൾ ഒന്നും കൊണ്ട് കഴിഞ്ഞു. ഓ എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് അവിടുന്ന് ശബ്ദം കേൾക്കാണ്. ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരും വരുന്നത്. പിന്നെ ഈ വലിയൊരു ഇത് വന്നുകൊണ്ടിരിക്കല്ല. അപ്പൊ നമുക്കതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നമ്മള് ദുഃഖിതമായിട്ട് നിൽക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. വലിയ സ്ലേവ് ഒന്നായിട്ട് വന്നിട്ട് ഇങ്ങനെ അതിനുള്ളിൽ ആള് ചപ്പിക്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും വലിയൊരു വെയിറ്റുള്ള സാധനം നിൽക്കുമ്പോൾ 2-3 ആളുകളും രക്ഷപ്പെട്ടിട്ട് പിടിച്ചു വെച്ച് കിട്ടി. ലാസ്റ്റ് അവർ വന്ന് മാറ്റിയ ശേഷമാണ് പിന്നെ ആളുകൾ അങ്ങോട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തവണ്ണം വലിയ കനമുള്ള സ്ലേവാണ്. ഏറ്റവും നല്ല വെയിറ്റുള്ള സ്ലേവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കനം പൊതിക്കുന്ന ആൾക്കാരാണ് വലിയങ്ങാടിയുള്ള ലോഡിങ് ആളുകൾ. നമുക്ക് വരെ കഴിയാൻ കഴിയാത്ത വെയിറ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്ര വലിയ കഷ്ണങ്ങളാണ് വീണത്. എന്നിട്ട് അപ്പൊ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാതെ നിശാകരല്ല, ഞങ്ങൾ സങ്കടപ്പെടേണ്ട അവസ്ഥ വന്ന്. സങ്കടമല്ല, നമ്മൾ കരിഞ്ഞും കൊണ്ടാണ് നമ്മൾ അവിടെ നിന്നുപോയത്. ഈ മനുഷ്യന്മാര് പാവങ്ങൾ ഇതിന്റെ അടിയിൽ കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാണ്. മടങ്ങി കിടക്കുന്നതും തല പൊട്ടിക്കെടുക്കുന്നതും കാല് അറ്റ് കിടക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാം. കണ്ട് നമുക്ക് കരയാന്നല്ലാതെ ഈ വലിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. റിപ്പോർട്ട് കൂടി കൊടുക്കുക. ഇത് മാത്രം സംഭവിച്ച ദിവസങ്ങളെ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അതിന്റെ ദുഃഖം പറയും. പക്ഷെ ഇവിടെ പൊളിക്കാനല്ല കണ്ടമാനം ബിൽഡിങ്ങുകളുണ്ട്. അതൊരു സർവേകൾ ചാനലുകാരും നടത്തി. എന്നിട്ട് അത് പൊളിക്കാനുള്ള അതിനുള്ള സംവിധാനത്തെ എടുത്തിട്ട് നിയമപരമായിട്ടുള്ള ചാനലിന്റെ കയ്യിൽ ചെയ്യാം. അല്ലാണ്ട് ഈ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്താ ചെയ്യുന്നത് ഒരു കാര്യമില്ല. ജീവന പോലെ എത്ര ജീവന പോണ്ടേ? ഇന്നിപ്പോ കൂടുതൽ ആളിരിക്കുന്ന സ്ഥലമാണ്. അത് ഇന്ന് കുറഞ്ഞ ആളായതിന്റെ പേരിൽ അങ്ങനെ രക്ഷപ്പെട്ടു. എല്ലാ ഒരുവിധ ആളുകളൊക്കെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാറ്റ് കൊണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. 10-20 ആൾക്കാരുണ്ടാവുന്നുണ്ട്. ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് ഉണ്ടാവും ഇവിടെ. അതിന്റെ മുകളിൽ വരെ ഇരിക്കും സ്ഥലമേല്. എന്നിട്ട് ആരും ഇത് അറിഞ്ഞില്ല എന്നുള്ള ഭയങ്കര സങ്കടം തന്നെയാണ് നോക്കാം. അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള നടപടി എടുക്കുക. ചേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മളുണ്ടായിട്ട് കൊണ്ടല്ല നമ്മൾ പറയണത്. അതേ സ്ഥാനത്ത് ഇപ്പോൾ അതേമാതിരി ഒരു സ്ലാബിന്റെ സംഗതി ഉണ്ട്. എല്ലാവരോടും പറഞ്ഞു, മേയർ മുതൽ കൗൺസിലറോട് വരെ പറഞ്ഞിട്ട് സ്ലാബിൽ ചെളി കയറുക. ഏത് തൊഴിലാളി വീട് കഴിച്ചാൽ അപ്പം പറയാം നാളെ നന്നാക്കാം, മറ്റന്നാളെ നന്നാക്കാം. ഇതുവരെ നോക്കിയിട്ടില്ല.